ദേശീയപാത നിർമ്മാണ പ്രവൃത്തി അനന്തമായി നീളുന്നതിലും ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഗതാഗത കുരുക്കിനെതിരെയും നടപടി സ്വീകരിക്കാത്ത അധികാരികളുടെ സമീപനത്തിനെതിരെയും വടകര സിറ്റിസൺ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ ഏകദിന ഉപവാസ സമരം നടത്തി. പ്രകടനമായി എത്തിയാണ് ഉപവാസം ആരംഭിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ഉപവാസ സമരം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരായ വടകരയിലെ ജനങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരു വലിയ സൗകര്യത്തിന് വേണ്ടി തങ്ങൾ അനുഭവിക്കുന്ന താൽക്കാലിക ബുദ്ധിമുട്ടുകൾ എന്ന് കരുതി ദേശീയപാതയുടെ പ്രശ്നങ്ങൾ കാണുകയും ദേശീയപാത എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് കാണുന്നതിന് വേണ്ടി പരമാവധി സഹിക്കുകയും പരമാവധി പൊറുക്കുകയും പരമാവധി കഷ്ടപ്പെടുകയും ഈ കാര്യങ്ങൾക്കെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടി അവരവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് സഹിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പൂർത്തിയാക്കി കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ച, ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ 3 വർഷമായി ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വടകരയിലെ പ്രിയപ്പെട്ട ജനങ്ങൾ, വ്യാപാരികൾ, ഇവിടുത്തെ ബസ്സും മറ്റു വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ, അതിന്റെ ഉടമസ്ഥർ, ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഞാൻ ആദ്യം ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വേറെ ഉദ്ദേശത്തിൽ വന്നതാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സമരവും ഇതിന്റെ പ്രയാസങ്ങളും കേരളത്തിന്റെ ജനങ്ങളുടെ സജീവമായ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സാന്നിധ്യം ഉപകരിക്കട്ടെ എന്ന് ഈ നാടിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ അഭ്യർത്ഥിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ എത്താൻ നിങ്ങൾ അനുഭവിച്ച പ്രയാസം എന്തോ അതെല്ലാ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ വേദനയാണ് ഇപ്പോൾ ഈ സമരത്തിനുള്ളത്. ഇത് നമ്മുടെ സമരത്തിന്റെ നോട്ടീസാണ്. ഇത് ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സഹോദരന്മാർ ഒരു 407-ൽ പോകുന്നത് കണ്ടിട്ട് അവരെല്ലാരും കൂടെ ഇന്ന് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. അവർ തിരിച്ചു വരുന്നത് കണ്ടപ്പോ അവരെ ഒന്ന് വണ്ടി നിർത്തി നോക്കിയപ്പോ കൈയൊക്കെ കാണിച്ചു കൊടുക്കുന്നവർ പറഞ്ഞു പോവാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് തന്ന ഒരു സാധനമാണ് ഇത്. ഇത് ഞാൻ ഇവിടെ വന്ന ശേഷം എനിക്ക് കിട്ടിയ ബസ് ഓപ്പറേറ്റേഴ്സിന്റെ നിവേദനമാണ്. സത്യം തുറന്നു പറഞ്ഞാൽ ഒരു ബോർഡ് വെച്ചിട്ട് MP എന്നുള്ള നിലയിൽ ഒരു ബോർഡ് വെച്ചിട്ട് ഇതിൽ കൂടെ പോകുമ്പോൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ, ഇപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുമ്പോ ഒരു ഓട്ടോ ഡ്രൈവർ രണ്ടൊരു കുടുംബത്തെയും കൊണ്ട് പോവാ, ഗ്ലാസ് ഒന്നും ഇങ്ങനെ, അപ്പൊ ഞാൻ പറ്റുമ്പോഴൊക്കെ ഗ്ലാസ് താത്തിയിട്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അത് ഞാൻ താത്തി. അപ്പൊ എന്നോട് ചോദിക്കുക, കൈ കൊണ്ട് പറയേണ്ട കാര്യമില്ല, കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്താ പറഞ്ഞത്. ഇങ്ങനെ ഈ അവസ്ഥ ഇത് കണ്ടില്ലേ എന്ന് അവർ ചോദിക്കുക. ഞാൻ MP എന്നുള്ള നിലയിൽ സത്യം പറഞ്ഞ ഭയങ്കരമായ മാനസിക പ്രയാസത്തിലും ഈ പ്രശ്നങ്ങൾ നിരന്തരം ഉന്നയിച്ചിട്ടും മതിയായ വേഗതയിൽ നടപടിയെടുക്കാത്തതിന്റെ പേരിലുള്ള പ്രതിഷേധത്തിലുമാണ് ഞാനും ഈ സമരങ്ങളുടെ ഭാഗമാവുന്നത്. കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഇവിടെ ഞാൻ പറയുന്നു, ഇനി സമരങ്ങളുടെ ഭാഗമാവലല്ല, ഇനി സമരം നേരിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. MP-യും ജനപ്രതിനിധികളും ഒക്കെ ഈ സമരം തന്നെ നേരിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പൊ ഞാൻ ഈ സമരത്തിൽ വരുന്നതിന് മുമ്പും പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. ആ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസവും ബഹുമാനപ്പെട്ട ഗഡ്കരി മിനിസ്റ്ററെ നേരിട്ട് പോയി കണ്ടു പറഞ്ഞു, സാർ ഈ പാർലമെന്റ് സമ്മേളനത്തിലും പ്രതീക്ഷയോടെയാണ് വടകരക്കാർ നോക്കിയത്. എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനെ സംബന്ധിച്ച് ശക്തമായത് ഉണ്ടാവുന്നത് കാണാനും കേൾക്കാനും അതിന്റെ പേരിൽ നടപടികൾ അവർക്ക് അനുഭവപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ വീണ്ടും പഴയ പ്രശ്നം കൊണ്ട് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ട ഉടനെ NH66 വരുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്, വടകര സ്ട്രെച്ച് വരുന്നുണ്ട് എന്നുള്ളത് എന്നെ കണ്ട ഉടനെ മന്ത്രി പറഞ്ഞു. ഉടനെ തന്നെ അവിടുന്ന് അപ്പുറത്തൊക്കെ ആൾക്കാരോട് ചോദിച്ചു എന്തായി നമ്മൾ അന്നെടുത്ത തീരുമാനം. അപ്പൊ ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാർ തീരുമാനങ്ങളൊക്കെ നടപ്പിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കണം, ഞാൻ അവിടുന്ന് ഈ വീക്കെൻഡിലും മണ്ഡലത്തിൽ പോയിട്ട് വരുന്ന ഒരാളാണ്.
ഉദ്യോഗസ്ഥർ ഇത് നടപ്പിലായിട്ടുണ്ട് എന്ന് സാറിനോട് പറയുന്നത് പോലെ അല്ല അവിടെ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാവുന്നില്ല. അവിടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാനുള്ള മതിയായ ഇടപെടലുകൾ ഉണ്ടാവാനില്ല. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് മതിയായ ആളുകളുടെ സാന്നിധ്യത്തിൽ പോലും നടത്തുന്നില്ല. പണിക്കാരുടെ എണ്ണം കുറവാണ്, സംവിധാനങ്ങൾ കുറവാണ്. ഇപ്പൊ വരുമ്പോ ചോറോട് കഴിഞ്ഞ സ്ഥലത്ത് വലിയ ബ്ലോക്ക് ഇപ്പൊ ഞാനിങ്ങനെ വരുമ്പോണ്ട്. ആ ബ്ലോക്കിന്റെ അവിടെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് മുന്നോട്ട് വന്നപ്പോ ആ ഇറക്കാരങ്ങുന്നിടത്ത് ഒരു ടാർ ഇട്ടുകൊണ്ടിരിക്കുക. ടാർ ഇടുന്ന ആളുകളുടെ എണ്ണവും അവിടുത്തെ സംവിധാനവും കണ്ട പഞ്ചായത്ത് റോഡിന്റെ നിർമ്മാണത്തിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ടാകും എന്നുള്ള അവസ്ഥയിലാണ്. ഞാൻ അവിടെ തന്നെ പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു. ആള് പറഞ്ഞു, സാറേ ഞാനൊന്ന് മാറിയിട്ടുണ്ട്, മറ്റാളെ വിളിച്ചാൽ മതി. ഇതിന് മതിയായ വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞത്, ഇനി മേൽപ്പാലം കൂടുതൽ അവന് പണി പെട്ടെന്ന് തീർക്കണം, താഴെത്തട്ടിൽ കൂടുതൽ അടിപ്പാത അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം, ഈ ഓണം വരുന്നതിന് മുമ്പ് ആ സർവീസ് റോഡിലെ കുഴിയെങ്കിലും ഒന്ന് അടച്ചു തരണമെന്ന് ഈ നാടിന്റെ മന്ത്രിയോട് വടകരയുടെ MP എന്നുള്ള നിലയിൽ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ വീണ്ടും ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ദിസ് ഇസ് വെരി ബാഡ്. മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ദിസ് ഇസ് വെരി ബാഡ്. Despite of the representative of raising this issue repeatedly, you can't ignore it. എന്നിട്ട് NHA ഇവിടുത്തെ ചാർജുള്ള മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, ഓണം ഈസ് അപ്രോച്ചിങ്, അതിന്റെ മുമ്പ് കുഴിയടക്കം. ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നാട്ടിൽ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യം പോലും പ്രയാസമായിരിക്കും. ഓണം ജനങ്ങൾ ബ്ലോക്കിലായി പോകും, ഓണം റോട്ടിലായി പോകും, ഓണം വീട്ടിലും ആയിരിക്കില്ല, ഓണം കുടുംബത്തിലും ആയിരിക്കില്ല, ഓണം തറവാട്ടിലും ആയിരിക്കില്ല, ഓണം എവിടെയായിരിക്കില്ല. ഈ ഗതിയാണ് കാര്യമെങ്കിൽ വടകരയിലെ ജനങ്ങളുടെ ഓണം കുഴിയിലും ബ്ലോക്കിലും റോട്ടിലും ദേശീയവാദിയിൽ ഇറങ്ങുന്നവർ ആയി പോകുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോ, ഓണത്തിന്റെ മുമ്പ് ഈ സർവീസ് റോഡിന്റെ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ശക്തമായി ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം എന്റെ മുമ്പിൽ കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ എന്നാൽ പോലും വലിയ പ്രതീക്ഷയൊന്നും ഇവരെ പറ്റിയില്ല. ഞാൻ MP എന്നുള്ള നിലയിൽ ഇത് ഉന്നയിക്കേണ്ടവരുടെ മുന്നിൽ ഉന്നയിക്കാത്തതിന്റെ ഒരു പ്രശ്നമില്ല. പാർലമെന്റിനകത്ത് നിങ്ങൾക്കറിയാൻ, പാർലമെന്റ് സമ്മേളനം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളിൽ സമ്മേളന ദിവസങ്ങൾ നടക്കുന്നില്ല. അപ്പൊ പിന്നെ മന്ത്രിമാരെ പോയി കാണും. പാർലമെന്റിൽ അകത്തുന്നയിക്കാത്ത പ്രശ്നമില്ല, പുറത്ത് കാണാത്ത പ്രശ്നമില്ല, മന്ത്രിയെ അഭിമുഖീകരിക്കാത്ത പ്രശ്നമില്ല, നിവേദനങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല, ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല, ഇവിടുത്തെ ചിത്രങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല, ഇവിടെ തന്ന അപേക്ഷകളുടെ പ്രയാസങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പ്രശ്നമില്ല, യോഗങ്ങൾ വിളിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല, 2 തവണ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന MPs കോൺഫറൻസിൽ ഉൾപ്പെടെയുള്ള ഈ വിഷയം അവതരിപ്പിക്കാത്ത പ്രശ്നമില്ല, കേരളത്തിന്റെ റവന്യൂ അതുപോലെ തന്നെ PWD ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഇത് പറയാത്ത പ്രശ്നമില്ല. ഇവിടെ നിരവധി തവണ മിനിസ്റ്റർ തലത്തിൽ ഈ കാര്യങ്ങൾ ആലോചിക്കാത്ത പ്രശ്നമില്ല. അവസാനം മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, ആദ്യ കരാർ ഏറ്റെടുത്ത കമ്പനി, ആ കമ്പനിയോട്, അദാനി കമ്പനിയോട് മിനിസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങൾ ബിസിനസ് എത്തിക്സ് കാണിക്കണം. നിങ്ങൾ ഒരു വർക്ക് എടുത്തിട്ട് ആ വർക്കിന് സബ് കോൺട്രാക്ട് കുറഞ്ഞ തുകക്ക് വേറൊരാൾക്ക് കൊടുത്തിട്ട് വരട്ടെ, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ നടപടികൾ കൃത്യമായിട്ടില്ലാത്തത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് എന്ന് അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവസാനം മിനിസ്റ്റർ പറഞ്ഞത്, ഇങ്ങനെ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ ഇത് ടെർമിനേറ്റ് ചെയ്യല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല എന്നത് അവരുടെ മുമ്പിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോ ടെർമിനേഷനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ പേടിയാ. ഇനി ഇത് ടെർമിനേറ്റ് ഇട്ടിട്ട് പോയിട്ട് ഞാൻ അടുത്ത വേറൊരുത്ത എപ്പോ വരികയെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഇതിന്റെ നടത്തിയ വർക്കിന്റെ പൈസയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നീളുവോ, പുതിയ ആൾക്കാർ ഏറ്റെടുക്കാൻ മടിക്കുവോ, അവർ ഏറ്റെടുത്താൽ എന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പിന്നെ മുന്നോട്ട് പോകാൻ കൂടുതൽ സമയമെടുക്കുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ ഒരു വശത്ത് ഇപ്പോഴും ഉണ്ട്. ഞാൻ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് എല്ലാം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ശരിയാക്കി തരാം എന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രസംഗിച്ച കാര്യങ്ങൾ നടപടിയാവണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ MPs കോൺഫറൻസിലും ആ കാര്യം ഉന്നയിച്ചപ്പോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഡ്രെയിനേജിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു നടപടി, ഒരു പരിഹാര മാർഗം അതുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചും തീരുമാനങ്ങളില്ല. ലോക്കൽ ഡ്രെയിനിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ലോക്കൽ ഡ്രെയിനിൽ ഈ ദേശീയപാതയിൽ വരുന്ന മുഴുവൻ വെള്ളത്തെയും കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ലോക്കൽ ഡ്രെയിൻ ഇതിനെ കൊണ്ടുപോയി കണക്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടോ? അതിനെ സംബന്ധിച്ചും ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അപ്പം മിനിസ്റ്റർ CM ഉൾപ്പെടെ പറഞ്ഞത്
ഈ ഡ്രെയിനേജിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ, ആ നടപടികളിൽ തീരുമാനമുണ്ടാക്കാൻ തീർച്ചയായിട്ടും അതിന് പ്രത്യേകം NHA ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാവുന്നില്ലെങ്കിൽ, പറഞ്ഞ കാര്യങ്ങൾ ഒരു തീരുമാനമായി വന്നിട്ടില്ലെങ്കിൽ, ദേശീയപാത നിർമ്മാണം കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടതിന്റെ ഓരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ മുമ്പിലെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാവുമോ എന്നുള്ള ചോദ്യം അവിടെ പ്രകടമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമരത്തിന്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഇതിൽ പങ്കെടുക്കുന്നത്. എന്താണെങ്കിലും സമര ആവശ്യങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഒരിക്കൽ പോലും പറയാതിരുന്നിട്ടില്ല. പാർലമെന്റിനകത്ത് പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പുറത്ത് കണ്ടിട്ട് പറഞ്ഞതിന്റെ ഉറപ്പുകൾ, അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് പറയുന്നു. പറയാൻ കഴിയാവുന്നതിന്റെ പരമാവധി തവണ കാണുകയും പറയുകയും കത്തുകൊടുക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നിരിക്കുന്ന ഉറപ്പ്, ഓണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ ഇപ്പൊ മഴയ്ക്ക് ചെറിയ ഒരു മാറ്റം കാണുന്നുണ്ട്. എത്ര ദിവസം നിൽക്കുന്ന അറിഞ്ഞുകൂടാ. സർവീസ് റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ, കുഴിയെങ്കിലും ഒന്ന് അടക്കാൻ, പിന്നെ മാത്രമല്ല കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പുറത്ത് ബൈപ്പാസിന്റെ ഇത് വരുന്നു. ഇപ്പോഴും PWDയുടെ കയ്യിലുള്ള സ്ട്രെച്ചും NHന്റെ കയ്യിലുള്ള സ്ട്രെച്ചും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ പല മേഖലകളിലും റോഡുകളുടെ കാര്യത്തിലുണ്ട്. അവിടെയൊക്കെ അടിയന്തരമായി കുഴിയൊന്ന് അടച്ചിട്ട് ഈ സീസൺ വരുന്ന സമയത്തെങ്കിലും ജനങ്ങൾ ദുരിതത്തിലായി പോവാതിരിക്കാനുള്ള നടപടികളാണ് ആവശ്യപ്പെട്ടുള്ളത്. അതിന്റെ ഫോളോ അപ്പിന് വേണ്ടി തിങ്കളാഴ്ച NHA ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ തുടർ നടപടികളും നിങ്ങളെ അറിയിക്കാം. ഈ ധർമ്മസമരവുമായി മുന്നോട്ട് വന്ന മുഴുവൻ സഹപ്രവർത്തകരെ, ഇന്നിവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവരെ, അധ്യക്ഷൻ ഉൾപ്പെടെ ഇന്നിവിടെ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവർ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല, വടകരയിലെ ജനങ്ങൾക്കുള്ള ദുരിതത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും കൂടെ വന്നു ചേർന്നിട്ടുള്ള ആ സമരങ്ങൾക്ക് സമരാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമരസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജനറൽ കൺവീനർ KN വിനോദ് സ്വാഗതം പറഞ്ഞു. ചെയർമാൻ അഡ്വക്കേറ്റ് നാരായണൻ നായർ അധ്യക്ഷനായി. CK നാണു MLA മുഖ്യ അതിഥിയായി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച നേതാക്കൾ സംസാരിച്ചു. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.